DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 17 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് സർക്കാർ നടപടികൾ വേഗത്തിലാക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം സംസ്ഥാന സർക്കാർ ശമ്പള കമ്മീഷൻ വഴിയായിരിക്കില്ല ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക. പകരം ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സമിതിയെ ചുമതലപ്പെടുത്തും. സാധാരണ 10 മുതൽ 14 മാസം വരെ എടുത്താണ് ശമ്പള കമ്മീഷനുകൾ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിനു മുൻപ് വരുമെന്നതിനാലാണ് ശമ്പള കമ്മീഷന് പകരം കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. അടുത്തറിയിപ്പ്, കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. അടുത്തറിയിപ്പ്, പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ജനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അവസാനിക്കാൻ പോവുകയാണ്. 2025 ഡിസംബർ 31 വരെയാണ് അവസാന തീയതി. ഇതിനുശേഷം ലിങ്ക് ചെയ്തിട്ടില്ലാത്തവ പ്രവർത്തനരഹിതമാകുകയും പിഴ അടയ്ക്കേണ്ടി വരികയും ചെയ്യും. ജനുവരി മുതൽ ആധാർ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ ശക്തമാക്കാൻ പോകുന്നുവെന്ന വാർത്തകൾ വരുന്നുണ്ട്. ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാത്ത പക്ഷം 1000 രൂപ പിഴ അടയ്ക്കേണ്ടി വരും. അതുപോലെ ആധാർ ഫോട്ടോ കോപ്പി എടുക്കുന്നതിലും സർക്കാർ വിലക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സർക്കാർ ആധാർ നിയമത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അപ്ഡേഷൻ എന്നിവ ജനങ്ങൾ കൃത്യമായി പാലിക്കണം. പണമിടപാടുകൾ സംബന്ധിച്ച എല്ലാത്തിനും ആധാർ നിർബന്ധമാക്കിയതുകൊണ്ട് തന്നെ പാൻ കാർഡ് കൈവശമുള്ള എല്ലാവരും ലിങ്ക് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി ആദ്യം ആദായനികുതി വകുപ്പിന്റെ വെബ്സൈറ്റ് തിരഞ്ഞെടുക്കണം. സൈറ്റ് ഓപ്പൺ ആയാൽ ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. തുടർന്ന് നിങ്ങൾക്കൊരു പുതിയ പേജ് തുറന്നു വരുന്നതായി കാണും. ശേഷം നിങ്ങളുടെ പാൻ നമ്പർ, ആധാർ നമ്പർ, നിങ്ങളുടെ ആധാർ കാർഡിലെ പേര് എന്നിവ നൽകുക. തുടർന്ന് ക്യാപ്ച കോഡ് പൂരിപ്പിച്ചു കൊടുക്കുക. അടുത്തറിയിപ്പ്, ഇന്നലെ 1120 രൂപ കുറഞ്ഞ സ്വർണ്ണവില വീണ്ടും തിരിച്ചു കയറിയിരിക്കുകയാണ്. ഇന്ന് പവന് 480 രൂപയാണ് വർദ്ധിച്ചത്. 98,640 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 60 രൂപയാണ് വർദ്ധിച്ചത്. 12,330 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ച് 1 ലക്ഷവും കടന്നു കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിലാണ് സ്വർണ്ണവില ഇന്നലെ കുത്തനെ ഇടിഞ്ഞത്. 99,280 രൂപയായി വർദ്ധിച്ച സ്വർണ്ണവില ഇന്നലെ 98,160 രൂപയായാണ് കുറഞ്ഞത്. കഴിഞ്ഞ ദിവസം 2 തവണകളിലായി 1000-ലധികം രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചത്. ഇന്നത്തെ സ്വർണ്ണവിലയുടെ അടിസ്ഥാനത്തിൽ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ 1,10,000 രൂപയോളം വേണ്ടിവരും. അടുത്തറിയിപ്പ്, ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായ നീല, വെള്ള റേഷൻ കാർഡുകൾക്ക് മുൻഗണനാ വിഭാഗമായ PHH പിങ്ക് വിഭാഗത്തിലേക്ക് അപേക്ഷ വെച്ച് തരം മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി സർക്കാർ നീട്ടിയിട്ടുണ്ട്. ഡിസംബർ 31 വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ വൈകിട്ട് 5 മണി വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ നീലവെള്ള കാർഡുകാർക്ക് പൊതുവെ അരിവിഹിതം കുറവാണ്. മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാറില്ല. അതിനാൽ അർഹതയുള്ള നീലവെള്ള കാർഡുകാർ മുൻഗണനാ വിഭാഗമായ PHH പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിനായി അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.